മാനേജ്മെന്റുകളുടെ നിയന്ത്രണത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പെന്നും വകുപ്പിനെ മെച്ചപ്പെടുത്തുന്നതിനപ്പുറം മറ്റു പല താൽപ്പര്യങ്ങളുമാണ് സർക്കാരിനുള്ളതെന്നും അഷ്റഫ് അലി ആരോപിച്ചു. ഹയർ സെക്കൻഡറി വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിലെ അപാകം പരിഹരിക്കുന്നതിന് പകരം സർക്കുലർ തന്നെ പിൻവലിക്കുകയായിരുന്നു. മാനേജ്മെന്റുകളുടെ താൽപ്പര്യത്തിനനുസരിച്ചാണ് +2-ന് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതെന്നും അഷ്റഫ് അലി പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സമയത്ത് പോലും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ നിയന്ത്രിക്കുന്നതിൽ ഇവിടുത്തെ മാനേജ്മെന്റുകൾ കാണിക്കുന്ന മർക്കടമഷ്ടിക്ക് വഴങ്ങിക്കൊടുക്കാനല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാരായി നിങ്ങളെ ഇവിടുത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമയം വരെ +2 അഡ്മിഷൻ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. വരാൻ പോകുന്ന 148 +2 സ്കൂളുകൾ ഇന്നേ വരെ അനുവദിച്ചിട്ടില്ല. കേരളത്തിലെ സെൽഫ് ഫൈനാൻസിംഗ് കോളേജ് മാനേജ്മെന്റുകൾ വിദ്യാഭ്യാസ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ സ്വാശ്രയ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ തെളിവുകൾ നൽകാൻ തയ്യാറാണ്. തിരുകൊച്ചി മേഖലയിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും മലബാറിലെ വിദ്യാർത്ഥികൾ സീറ്റിന് വേണ്ടി അലയുന്നത് വകുപ്പിന്റെ പിടിപ്പുകേടാണ്. വിദ്യാഭ്യാസ അവകാശ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നടത്തിയ DD ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഷ്റഫ് അലി. മീഡിയ 1 കോഴിക്കോട്.